ക്യാപ്സിക്കം വെച്ചിട്ട് ചപ്പാത്തിക്ക് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു വലിയൊരു സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നല്ലോണം വഴറ്റി മൂപ്പിക്കണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് എല്ലാം കൂടി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരപ്പ് വഴറ്റിയ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂത്ത് പോകണ്ട, കുറച്ച്. ഇപ്പോൾ സവോളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർക്കാം. ഇതാണ് ഞാൻ അരച്ചേക്കുന്നത്. ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ക്യാപ്സിക്കം ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി നല്ലോണം യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് കഴുകിയ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കും. അപ്പോൾ കറിയെല്ലാം വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തത് പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, പക്ഷേ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും അതുപോലെ തന്നെ പത്തിരിക്കോ അപ്പത്തിനൊക്കെ നല്ല കറിയാണ്.